കുശാഗ്രബുദ്ധിയായിട്ടുള്ള പിണറായി വിജയൻ ഈ പറഞ്ഞ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വലിയൊരു വേലിയേറ്റം കേരളത്തിലുണ്ടായിരിക്കെ തന്നെ അതിനെ മറികടക്കാൻ സമർത്ഥമായ തന്ത്രങ്ങൾ മെനഞ്ഞു. സമർത്ഥമായ തന്ത്രങ്ങളിലൂടെ അതിനെ മറികടക്കാനുള്ള ശ്രമമാണ് ലാസ്റ്റ് മൈൽ എന്ന് പറയുന്ന അവസാന ഘട്ടത്തിൽ അദ്ദേഹം ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് പറയായിരുന്നു ഇദ്ദേഹത്തിനെ ഒരു രക്തസാക്ഷിയാക്കാൻ വേണ്ടി ഇവൻ തന്നെ ചെയ്ത പാപങ്ങളുടെ ഫലം ഇവൻ തന്നെ അനുഭവിക്കട്ടെ എന്നുള്ള മട്ടിൽ നിർത്തിയിരിക്കുകയാണ് എന്ന് പറയായിരുന്നു. ഞാൻ ഏറ്റവും ഒടുവിൽ നിന്ന് തുടങ്ങാം. ഏറ്റവും ഒടുവിൽ മോഹൻലാലുമായിട്ട് നടത്തിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്, എന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി എൻ്റെ അമ്മയാണ്. വലിയ പഠിപ്പും പത്രാസമൊന്നും ഇല്ലാത്തൊരമ്മയാണ്, പാവപ്പെട്ട കുടുംബത്തിലെ, ചെത്തുതൊഴിലാളിയുടെ കുടുംബത്തിലെ. ആ അമ്മ എന്നെ പഠിപ്പിച്ചത് എന്താണ്? മാർക്സിസം എന്നാണോ പറഞ്ഞത്? ദാറ്റ്സ് ദ പോയിൻറ്റ്. ഉപനിഷത്ത് സൂക്തങ്ങൾ. ആ ഉപനിഷത്തിൻ്റെ സ്വാധീനം എൻ്റെ ജീവിതത്തിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ എന്തു തീരുമാനമെടുക്കുമ്പോഴും ആ സ്വാധീനമുണ്ട്. ഇന്ന് വരെ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സമർത്ഥമായിട്ടൊരു ഹിന്ദു കാർഡ് കളിക്കുകയാണ്. പണ്ടില്ലായിരുന്നു കേരളത്തിൽ. ഈ ഹിന്ദു കാർഡിനൊരു വിലയുണ്ട്. ഇപ്പോൾ ഇതിനൊരു മാൻഡേറ്റ് ഉണ്ട്, ഇതിനൊരു വാല്യൂ ഉണ്ട്. പണ്ട് ഇറാൻ്റെ റിയാൽ പോലായിരുന്ന ഇത് ഇന്നിപ്പോൾ കാർഡ് എന്ന് പറയുന്നത് മൂല്യപ്പെട്ട വിശേഷപ്പെട്ട ഡോളർ പോലായിട്ട് മാറിയിട്ടുണ്ട്.